കേറി പദ്ധതിക്കെതിരെ ഗുരുതര ആരോപണവുമായി KSU. കണ്ണൂർ സർവകലാശാലയിൽ അംഗീകാരം നൽകാത്ത കോഴ്സിൽ വിദ്യാർത്ഥികൾക്ക് വ്യാജ അഡ്മിഷൻ നൽകിയെന്നാണ് ആരോപണം. വയനാട് WMO ഇമാം ഗസാലി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് കൃത്രിമം നടന്നത്. കോഴ്സിൽ പരീക്ഷ നടത്തി റിസൾട്ട് പ്രഖ്യാപിച്ചുവെന്നും KSU ആരോപിക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും കോളേജുകളുടെയും സേവനങ്ങൾ ഒരു കുടക്കയിൽ കൊണ്ടുവരുന്നതിന് സജ്ജമാക്കിയ സോഫ്റ്റ്വെയറാണ് കേറിപ്പ്. സുനിൽ ഐസക് കൂടുതൽ വിവരങ്ങൾ അതിനു മുമ്പ് KSUവിന്റെ പ്രതികരണം കാണാം. അംഗീകാരം നൽകാത്ത ഒരു കോഴ്സിന് വിദ്യാർത്ഥികൾക്ക് വ്യാജമായി അഡ്മിഷൻ നൽകിയിരിക്കുന്നു. വയനാട് WMO ഇമാം ഗസാലി കോളേജിലാണ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇത്രയും ഗുരുതരമായൊരു ക്രമക്കേട് നടക്കുന്നത്. എല്ലാ മാനദണ്ഡങ്ങളെയും ലംഘിച്ച് എല്ലാ തരത്തിലുള്ള ചട്ടങ്ങളെയും കാറ്റിൽ പറത്തി വ്യാജമായൊരു കോഴ്സും ആരംഭിച്ചു. അതിന് അഡ്മിഷൻ നൽകി അവർക്ക് പരീക്ഷാ ഫലവും പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി. സുനിൽ വിവരങ്ങളുമായി. സുനിൽ, എന്താണ് KSUവിന്റെ ആരോപണം കേറിപ്പിനെതിരെ? നിഷാദ്, കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ അഫിലിയേറ്റഡ് കോളേജിൽ യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ നൽകാത്ത BCom CA കോഴ്സിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുകയും ഒന്നാം സെമസ്റ്റർ പരീക്ഷ നടത്തി സർവകലാശാല തന്നെ ഔദ്യോഗികമായി ഫലം പ്രഖ്യാപിക്കുകയും ചെയ്തുവെന്നാണ് KSUവിന്റെ ആരോപണം. വയനാട് WMO ഇമാം ഗസാലി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് കേറിപ്പിന്റെ മറവിൽ ഇത്തരമൊരു ക്രമക്കേട് നടന്നതെന്നാണ് KSUവിന്റെ ആക്ഷേപം. സർവകലാശാല ചട്ടങ്ങൾ കാറ്റിൽ പറത്തി ഈ വർഷം BCom CA കോഴ്സ് ആരംഭിച്ചെന്ന പേരിൽ 31 വിദ്യാർത്ഥികൾക്ക് സർവകലാശാല കോളേജ് പ്രവേശനം നൽകി. കണ്ണൂർ സർവകലാശാലയുടെ ഏകജാലക സംവിധാനത്തിലൂടെ വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയിട്ടില്ല. സർവകലാശാല പോലും അറിയാതെ കേറിപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വിദ്യാർത്ഥികളുടെ എക്സാം രജിസ്ട്രേഷൻ നടത്തി. കേറിപ്പ് വഴി തന്നെ അംഗീകാരമില്ലാത്ത കോഴ്സിന്റെ ഔദ്യോഗിക ഫലം യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചുവെന്നാണ് KSU ഇപ്പോൾ ഉന്നയിക്കുന്ന ആക്ഷേപം. അതായത് കേറിപ്പിന്റെ മറവിൽ എന്തും നടക്കുമെന്നാണ് KSU പറയുന്നത്. സർവകലാശാലയുടെ പൂർണ്ണ നിയന്ത്രണം മഹാരാഷ്ട്ര കമ്പനിക്ക് തീരെഴുതി നൽകുന്നതാണ് ഈ കേറിപ്പ് പദ്ധതി എന്നും ഇവർ ആരോപിക്കുന്നു. MKCL എന്ന മഹാരാഷ്ട്ര കമ്പനിയുടെ പിന്തുണയോടുകൂടിയാണ് ഇത്തരത്തിൽ കേറിപ്പ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ തുടങ്ങിയിരിക്കുന്നത്. അതായത് അതിന് ഒരു തരത്തിലുള്ള സുതാര്യതയും സുരക്ഷിതത്വമില്ലെന്നും ഈ സർവകലാശാലകളുടെ ഭരണം പൂർണ്ണമായും അല്ലെങ്കിൽ നിയന്ത്രണം പൂർണ്ണമായും ഈ മഹാരാഷ്ട്രീയ കമ്പനി ഏൽപ്പിച്ചതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നുമാണ് ഈ സംഭവം കോട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു ആരോപണം എന്ന നിലയ്ക്ക് ഇപ്പോൾ KSU ഉന്നയിക്കുന്നത്.